ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും അശ്വിൻ്റെ ശ്രുതിയുടെയും പുതിയൊരു വിശേഷത്തിലേക്ക് സ്വാഗതം. അപ്പോൾ വരാൻ പോകുന്ന ഒരു കിടലൻ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അശ്വിൻ്റെയും ശ്രുതിയുടെയും കല്യാണം കഴിഞ്ഞതിന് ശേഷം അവരെ വീട്ടുകാർ അംഗീകരിച്ചില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ട് അശ്വിൻ്റെ അച്ഛമ്മയും ചേച്ചി അഞ്ജലിയൊക്കെ അംഗീകരിക്കാൻ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ അവരുടെ വീട്ടിൽ വിരുന്നൊക്കെ നടക്കുമ്പോൾ എല്ലാവരും ഇവരെ കാണാൻ വരുന്നൊരു സീനൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ശ്രുതിയോടും പ്രീതിയോടും ഒരുങ്ങിയിട്ട് വരാൻ പറയുകയാണ്. അപ്പോൾ ശ്രുതിക്ക് വസ്ത്രങ്ങളും ആഭരണങ്ങളൊക്കെ കൊടുത്തിരുന്നത് അഞ്ജലിയാണ്. അപ്പോൾ അഞ്ജലിയുടെ അമ്മയുടെ 2 വളയൊക്കെ ശ്രുതിക്ക് ഇടാൻ വേണ്ടിയിട്ട് ശ്രുതിക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അത് അശ്വിൻ്റെ കയ്യിലാണ് ശ്രുതിക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട് അഞ്ജലി കൊടുത്തത്. അപ്പോൾ അഞ്ജലി അശ്വിനോട് ചോദിക്കുകയാണ്, അശ്വിൻ നീ അത് കൊടുത്തില്ലേ, നീ അത് കൊടുത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ അശ്വിൻ പറയുകയാണ്, ഇല്ല ഞാൻ മറന്നു എന്ന് പറയുകയാണ്. നിനക്ക് എന്ത് പറ്റി, നീ എല്ലാം മറക്കുന്നു, നീ എല്ലാം ഞങ്ങളോട് മറച്ചു വെക്കുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല ചേച്ചി ഞാനത് മറന്നതാണ്, ഞാനത് ഇപ്പം തന്നെ കൊടുക്കാൻ പറഞ്ഞിട്ട് ശ്രുതിക്ക് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ശ്രുതി അവിടെ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിൽക്കുമ്പോൾ അവൾക്കത് കറക്റ്റ് ഫിറ്റല്ല, കറക്റ്റ് പാകമല്ലാത്തതുകൊണ്ട് അവളിങ്ങനെ കുനിഞ്ഞിട്ട് ഇങ്ങനെ എന്തോ എടുക്കാൻ നിൽക്കുമ്പോൾ കൈയിൻ്റെ ഡ്രസ്സിൻ്റെ ടോപ്പിൻ്റെ ആ ലെഹങ്കേൻ്റെ കൈയിൻ്റെ അവിടെ കീറിപ്പോയി. അപ്പോൾ കീറിപ്പോയപ്പോൾ ഇവളത് യൂനി എന്ത് ചെയ്യും പറഞ്ഞിട്ട് അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഡ്രസ്സൊന്നും അവളുടെ കയ്യിൽ ഇടാനില്ല. അപ്പോൾ ഇത് ഊരി കഴിഞ്ഞാൽ വേറെ ഡ്രസ്സൊന്നും മുകളിലിടാൻ വേണ്ടിയിട്ട് അവളുടെ കയ്യിലില്ല. അപ്പോൾ അവൾ കബോർഡ് തുറന്നു നോക്കിയിട്ട് അവിടെ അശ്വിൻ്റെ ഒരു ഷർട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അശ്വിൻ്റെ ഒരു ഷർട്ട് എടുത്തിടുകയാണ് ശ്രുതി ചെയ്യുന്നത്. അതെടുത്തിട്ടിട്ട് അവളുടെ നൂലും സൂചിയൊക്കെ സംഘടിപ്പിച്ചിട്ട് അതിൻ്റെ കൈ ഇങ്ങനെ തുന്നിക്കൊണ്ടിരിക്കുകയാണ് ബെഡിലിരുന്നിട്ട്. അപ്പോഴാണ് അവിടേക്ക് അശ്വിൻ കയറി വരുന്നത് അവൾ അറിയുക. അശ്വിൻ ഇങ്ങനെ വരുന്നത് കാണുകയാണ്. അപ്പോൾ അശ്വിൻ വരുന്നത് കാണുമ്പോൾ അവൾ വേഗം അതൊക്കെ അവിടെ വെച്ചിട്ട് കർട്ടൻ്റെ ഇടയിലേക്ക് മാറി നിൽക്കുകയാണ്. കർട്ടൻ്റെ ഇടയിലേക്ക് മാറി നിൽക്കുമ്പോൾ അശ്വിൻ കയറുമ്പോൾ ഇവിടെ കാണില്ല. അപ്പോൾ കർട്ടൻ അനങ്ങുന്നത് കാണുമ്പോൾ അശ്വിൻ മനസ്സിലാവും ഇവിടെ അവിടെ ഉണ്ടെന്ന് മനസ്സിലാവുകയാണ്. അപ്പോൾ അവൻ ഇങ്ങനെ ഇവളടുത്തേക്ക് വരാൻ നിൽക്കുമ്പോൾ ദേഷ്യം വന്നിട്ട് ഇവളടുത്തേക്ക് വരാൻ നിൽക്കുമ്പോഴാണ് അപ്പുറത്ത് മനോരമാൻറ്റി നിന്നിട്ട് ഇവരെ നോക്കുന്നത് അശ്വിൻ കാണും. അപ്പോൾ മനോരമാൻറ്റിക്ക് ചെറിയൊരു ഡൗട്ട് വന്നിട്ടുണ്ട്. അശ്വിനും ശ്രുതിയും തമ്മിലുള്ള ബന്ധത്തിൽ മനോരമാൻറ്റിക്ക് ചെറിയൊരു ഡൗട്ടുണ്ട്. അപ്പോൾ അശ്വിനത് മനസ്സിലായപ്പോൾ അശ്വിൻ കുറച്ച് റൊമാൻറ്റിക്കായിട്ട് കുറച്ച് കെയറിങ് ഒക്കെ കൊടുത്തിട്ട് ശ്രുതിയോട് സംസാരിക്കുകയാണ്. അപ്പോൾ ശ്രുതി ആകെ അന്തം വിട്ടു. ഇവനെ കാണുമ്പോൾ തന്നെ ശ്രുതി പേടിച്ചിട്ടാണ് നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ ഇവൻ ശ്രുതിനെ കാണുമ്പോൾ ശ്രുതിനെ കാണുമ്പോൾ തന്നെ ശ്രുതി അശ്വിൻ്റെ ഷർട്ട് ഇട്ടിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ അശ്വിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ അശ്വിനെ ഒന്നും പറയാനും പറ്റില്ല. അശ്വിൻ ആ ദേഷ്യം ഒന്നും അശ്വിൻ്റെ മുഖത്ത് പ്രകടിപ്പിക്കുന്നില്ല. അപ്പോൾ അശ്വിൻ വന്നിട്ട് എന്താ ശ്രുതി നീ ഇവിടെ നിൽക്കുന്നത്, എൻ്റെ ഒരു ഷർട്ട് പോലും നിനക്ക് നേരെ ഇടാൻ അറിയില്ലേ എന്ന് ചോദിക്കാണ്. ഷർട്ടിൻ്റെ കോളറൊന്നും അവൾ ശരിയാക്കില്ല. അപ്പോൾ ഇവളുടെ അടുത്ത് വന്ന് നിന്നിട്ട് അശ്വിനെ ഷർട്ടിൻ്റെ കോളറൊക്കെ ശരിയാക്കി കൊടുക്കുകയാണ്. ശരിയാക്കി കൊടുക്കുമ്പോൾ ശ്രുതിക്ക് ആകെ അന്തം വിട്ട് ഈ മനുഷ്യൻ എന്താ ഇങ്ങനെ നോക്കിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ മനോരമാൻ്റെ ഇതൊക്കെ നോക്കിയിരിക്കുകയാണ്. അശ്വിൻ ഇത്രയും സ്വീറ്റായിട്ട് സംസാരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണല്ലോ കേൾക്കുന്നത്, ദൈവമേ എന്നൊക്കെ ആലോചിക്കുകയാണ്. ഓ മൈ ഗോഡ് എന്നൊക്കെ പറയുകയാണ്. അശ്വിൻ ശ്രുതിനെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇരുത്തിയിട്ട് ഇങ്ങനെ പറയുകയാണ്, നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്, എൻ്റെ ഷർട്ട് എടുത്തിട്ട് ഞാനൊന്നും പറയും, നിന്നെ ഞാനൊന്നും പറയുകയൊന്നും ചെയ്തിട്ടില്ലല്ലോ. എന്നിട്ട് അവളുടെ മുടി ഇങ്ങനെ ശരിയാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് അവളെ അവിടെ ഇരുത്തിയിട്ട് അപ്പോൾ ഷർട്ടിൻ്റെ കൈ നോക്കുമ്പോൾ ഷർട്ടിൻ്റെ കൈ കയറിയിട്ടുണ്ട്. അപ്പോൾ അവന് നല്ല ദേഷ്യം വരുന്നുണ്ട്. ദേഷ്യം വന്നാൽ അവനത് അടക്കി പിടിച്ചിട്ട് ഇത് ഇങ്ങനെ നിനക്ക് ഇപ്പോഴും നേരെ ഒരു ഡ്രസ്സ് ഇടാൻ പോലും അറിയില്ലേ ശ്രുതിനൊക്കെ പറഞ്ഞിട്ട് കൈയൊക്കെ ശരിയാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് അവൻ അവിടെ പിടിച്ചിരുത്തിയിട്ട് അവൾക്ക് വള ഇട്ട് കൊടുക്കുകയാണ്. വള ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രുതി എന്നൊക്കെ പറഞ്ഞിട്ട് വളയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ മനോരമാൻറ്റിക്ക് മനസ്സിലാവും ഇവർ തമ്മിൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഈശ്വര ഈ അശ്വിന് എന്താ പറ്റിയത് എന്നൊക്കെ പറഞ്ഞിട്ട് പോവാണ്. അപ്പം മനോരമ പോയി എന്നറിയുമ്പോൾ തന്നെ ഇവൻ്റെ സ്വഭാവം മാറും. അപ്പോൾ അവൻ പറയും, ഇവനെ പെട്ടെന്ന് എണീച്ചിട്ട് പറയും, നീ എന്തായി ചെയ്തത്, നിന്നോട് ആരാ എന്ത് ഷർട്ട് എടുത്തിടാൻ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇപ്പം ഞാൻ ക്ഷമിച്ചിരിക്കുകയാണ്. മനോരമാൻറ്റി നമ്മളെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. മനോരമാൻറ്റിക്ക് ചെറിയ ഡൗട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്തത്, അല്ലാതെ നിന്നോട് എനിക്ക് സ്നേഹം ഉണ്ടെന്നൊന്നും നീ തെറ്റിദ്ധരിക്കേണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ശ്രുതിക്ക് ആകെ കയ്യിന് പോയ അവസ്ഥയെ ആകെ പേടിയായി. ശ്രുതിക്ക് വേഗം ഡ്രസ്സ് മാറി ചേഞ്ച് ചെയ്തിട്ട് വേഗം വായോ എന്ന് പറയുകയാണ്. എന്നിട്ട് അശ്വിൻ ഇറങ്ങിപ്പോകുന്ന സീൻസൊക്കെയാണ് കാണിക്കുന്നത്. അശ്വിൻ ആദ്യം ദേഷ്യപ്പെടുന്നുണ്ട്. അശ്വിനും ശ്രുതിയായിട്ട് പെട്ടെന്ന് അടുക്കുമെന്ന് നമുക്ക് വിചാരിക്കാം. കൂടുതൽ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്